ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനാമികയുടെ അച്ഛൻ വന്ന് അനാമികയെടുത്തും അതുപോലെ തന്നെ രേവതിയെടുത്തും പറയുകയാണ്, ദേവയാനിയുടെ നില ഇപ്പോൾ ഭയങ്കര പ്രശ്നത്തിലാണ്, എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെക്കണം എന്നാണ് ഡോക്ടർ പറയുന്നത്. അപ്പോൾ നമ്മുടെ അനാമിക ചോദിക്കുന്നുണ്ട്, അച്ഛൻ ഇനിയിപ്പോൾ എൻ്റെ പേരിൽ വല്ല കേസോ ആവോ പ്രശ്നമാവോ എന്നിങ്ങനെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേണമെങ്കിലും പറയുന്നുണ്ട്, കേസാവുന്നതൊക്കെ അവിടെ നിൽക്കട്ടെ, എത്രയും പെട്ടെന്ന് ലിവർ മാറ്റി വെച്ചില്ലെങ്കിൽ നമ്മുടെ തലയിലാവും പിന്നെ പ്രശ്നങ്ങളൊക്കെ, അവർ പിന്നെ കേസ് അന്വേഷിക്കും, ആൾ തട്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. അപ്പോൾ മോളെ നിൻ്റെ AB നെഗറ്റീവ് അല്ലേ, നിനക്ക് ചിലപ്പോൾ കരൾ കൊടുക്കാൻ പറ്റുമായിരിക്കും, നീ ഒന്ന് കൊടുക്കും മോളെ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ അനാമികയാണെങ്കിൽ പറയുന്നുണ്ട്, ബ്ലഡ് കൊടുക്കാൻ തന്നെ എനിക്ക് തലകറക്കമായിട്ടാണ് അന്ന് ഞാൻ സമ്മതിക്കാതിരുന്നത്, എനിക്കൊന്നും വയ്യ കരൾ കൊടുക്കുക, എനിക്ക് ഹോസ്പിറ്റലിൽ പോണത് ഇപ്പോൾ പേടിയാണ്, ആരെങ്കിലും എന്നെ അടുത്ത് വന്ന് കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും, ഞാനിനി ആ വഴിക്കില്ലെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വേണുവാണെങ്കിലും പറയുന്നുണ്ട്, ആ ശരിയാണ് മോളിനി കുറച്ച് ദിവസം ഹോസ്പിറ്റലിലേക്കൊന്നും പോകണ്ട, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ മോളുടെ തലയിലാവും, കൊടുക്കുമോ എന്നൊക്കെ ചോദിക്കും, പിന്നെ ആജ്ഞാപിക്കാനൊക്കെ കുറേ പേര് വരും, മോളിനി പോകണ്ട എന്നിങ്ങനെ പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. നയനയാണെങ്കിൽ ചെക്കപ്പിന് വേണ്ടി ഇങ്ങനെ കിടക്കുകയായിരിക്കും. അങ്ങനെ ഡോക്ടർ കൊടുത്തതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ, സംഭവിച്ചേക്കാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ. ഈ സമയം നമ്മുടെ നയനയാണെങ്കിൽ പറയുന്നുണ്ട്, ഡോക്ടർ എനിക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല, ഞാൻ എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് ഇതിന് നിൽക്കുന്നത്, എനിക്കൊരു കുഴപ്പവും ഉണ്ടാവില്ല, എനിക്ക് പൂർണ്ണ സമ്മതമാണ് കൊടുക്കാനായിട്ട് എന്നിങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിൽ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ജയനും ആദർശും തമ്മിൽ സംസാരിക്കുന്നതായിരിക്കും. അപ്പോൾ അവർക്ക് രണ്ടാൾക്കും നല്ല സങ്കടമുണ്ട് കേട്ടോ. ദേവയാനി ഇപ്പോഴും നയനയെടുത്ത ദേഷ്യത്തിലാണല്ലോ പെരുമാറുന്നത്, ഒന്നും അറിയാതെ എല്ലാം നയനയുടെ കുറ്റമാണെന്നൊക്കെ പറഞ്ഞ് ബ്ലഡ് കൊടുത്തതുപോലെ അവൾ അറിഞ്ഞില്ല എന്നൊക്കെ ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും നയനെ ഇങ്ങനെ പൊക്കി പൊക്കി പറയാണ്, ശരിക്കും അവൾ മരുമകളായിട്ടായിരുന്നില്ല വരണ്ടിയിരുന്നത്, നമ്മുടെ തറവാട്ടിലെ മോള് തന്നെ ആവേണ്ടതായിരുന്നു, ചിലപ്പോൾ നിൻ്റെ പുണ്യം കൊണ്ടായിരിക്കും അത് നിനക്ക് ഭാര്യയായിട്ട് വന്നത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നയനയെ നല്ല രീതിയിൽ ഇങ്ങനെ പൊക്കി പറയുമായിരിക്കും കേട്ടോ. ആ സമയമായിരിക്കും നയന വരുന്നത്. എന്നിട്ട് പിന്നെ അവർ രണ്ടാളും എഴുന്നേറ്റ് നയനെ എടുത്ത് ചെല്ലുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഡോക്ടർ എന്ത് പറഞ്ഞു എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട്, ഡോക്ടർ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞില്ല, എനിക്ക് കൊടുക്കാനായിട്ട് ഓക്കെയാണ്, എൻ്റെ ബോഡി അതിന് ഓക്കെയാണ്, ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, നീ വെറുതെ പറയണ്ട, ഡോക്ടർ എന്താ പറഞ്ഞത് സത്യം പറ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഡോക്ടറെ അടുത്ത് നിങ്ങൾ തന്നെ ചോദിച്ചോളൂ, ഞാൻ പറഞ്ഞത് കള്ളമൊന്നുമല്ല, ഡോക്ടർ ഓക്കെ പറഞ്ഞതാണ്, എന്തായാലും നിങ്ങൾ ഡോക്ടറെ അടുത്ത് ചോദിക്കുമെന്ന് എനിക്കറിയാം, ഞാൻ എന്തിനാണ് കള്ളം പറയുന്നത്, എനിക്ക് പൂർണ്ണ സമ്മതമാണ്, ആദർശേട്ടൻ പോയിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ എന്തായാലും കൊണ്ടുവരണം, ഇനി എനിക്ക് ഇവിടുന്ന് പോകാൻ പറ്റില്ല ആദർശേട്ട, അപ്പോൾ എനിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരണം, ഇപ്പോൾ ഇത് ആരും അറിയണ്ട, അച്ഛൻ്റെ അടുത്തൊന്നും പറയരുത്, അതുപോലെ തന്നെ വീട്ടിലാണെങ്കിലും മുത്തശ്ശൻ്റെ അടുത്തും മുത്തശ്ശീൻ്റെ അടുത്തും ആരടുത്തും പറയണ്ട, എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി ആദർശേട്ട എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് ആദർശ് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് നയനയും ജയനും സംസാരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോൾ ജയനാണെങ്കിലും പറയുന്നുണ്ട്, മോളിങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ട് ഇതൊന്നും നമ്മുടെ ദേവയാനി അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അപ്പോൾ നയനയാണെങ്കിലും പറയുന്നുണ്ട്, അതൊന്നും കുഴപ്പമില്ല അച്ഛാ, അമ്മ എങ്ങനെയെങ്കിലും ഒന്ന് ഓക്കെ ആയി കിട്ടിയാൽ മാത്രം മതി, എനിക്കതിൻ്റെ ക്രെഡിറ്റ് ഒന്നും കിട്ടണമെന്നില്ല, എങ്ങനെയെങ്കിലും അമ്മ ഒന്ന് ഓക്കെ ആയി കിട്ടിയാൽ മതി എന്നിങ്ങനെ മാത്രമാണ് പറയുന്നത് കേട്ടോ. ശേഷം കാണിക്കുന്നത് ആനന്ദപുരി തറവാടായിരിക്കും. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. ഈ സമയമായിരിക്കും ആദർശ് കയറി വരുന്നത്. അപ്പോൾ മുത്തശ്ശനാണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നീ ഇങ്ങോട്ട് പെട്ടെന്ന് വന്നത് എന്നിങ്ങനെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഞാൻ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ വന്നതാണ് മുത്തശ്ശ എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ദേവയാനിയുടെ കാര്യം തിരക്കുമ്പോൾ ആദർശ ഇപ്പോൾ കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയി വരുന്നുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ, കള്ളം പറയാണ്. അപ്പം മുത്തശ്ശനാണെങ്കിലും പറയുന്നുണ്ട്, അവിടെ എല്ലാവരും എനിക്ക് അറിയുന്നതാണ്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് നീ കള്ളം പറയണ്ട, സത്യം പറഞ്ഞോ, കരളിന് കുറച്ച് പ്രശ്നമാണല്ലേ ദേവയാനിയുടെ, എത്രയും പെട്ടെന്ന് മാറ്റി വെക്കണം അല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ മുത്തശ്ശി ഇത് കേൾക്കുമ്പോൾ ആകെ സങ്കടം വന്നിങ്ങനെ കരയാണ്, ആകെ ഈശ്വരനെയൊക്കെ പ്രാർത്ഥിച്ച് കരയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, ഒരു ഡോണറെ കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട്, ആരാണ് ആ ഡോണർ, അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം, എത്ര വേണ്ടാന്ന് പറഞ്ഞാലും നമ്മൾക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നൊക്കെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട്, അങ്ങനെ ഒന്നും കൊടുക്കേണ്ട ഒരാളല്ല ആ ഡോണർ എന്നിങ്ങനെ പറയാണ്. പക്ഷേ നയനയാണ് കൊടുക്കുന്നതെന്ന് അവർക്ക് അറിയുന്നില്ല കേട്ടോ. അപ്പോൾ മുത്തശ്ശിയാണെങ്കിലും പറയുന്നുണ്ട്, ബ്ലഡ് കൊടുത്തത് നയനയാണെന്ന് പോലും ദേവയാനി അറിയാതെയാണ് ഇപ്പോഴും നയനയെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അവളാണെങ്കിൽ ഹൃദയം കൊടുക്കണമെന്ന് പറഞ്ഞാലും നയന ദേവയാനിക്ക് കൊടുക്കും, അത്രയ്ക്ക് നല്ലൊരു മോളാണ് ആ നയന എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ആ സമയം നയനയെ പൊക്കി പറയുകയാണ് ചെയ്യുന്നത് കേട്ടോ. ആദർശ് പിന്നെ അങ്ങനെ ഡ്രസ്സ് എടുക്കാനായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലിലായിരിക്കും.
ശേഷം കാണിക്കുന്നത് ഹോസ്പിറ്റലായിരിക്കും. അവിടെ ആദർശം ഉണ്ടാവും, അതുപോലെ തന്നെ ഡോക്ടർ ഇങ്ങനെ പേപ്പേഴ്സ് നോക്കുകയാണ് കേട്ടോ നയനയുടെ. എന്നിട്ട് പിന്നെ പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പാരൻസിനെ അറിയിക്കണം നയനയുടെ, അതാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ ഇപ്പം അറിയാതെ പിന്നീട് അറിയുമ്പോൾ അത് ചിലപ്പോൾ വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയേക്കാം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് നയനയുടെ അച്ഛൻ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്, ഇപ്പോൾ പറയേണ്ടെന്നാണ് നയന പറയുന്നത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഡോക്ടറാണെങ്കിലും പറയുന്നുണ്ട് നയന ഇയാളുടെ ഒരു ബലത്തിലാണ് നിൽക്കുന്നത്, ഇയാളെല്ലാം സൈൻ ഇടുകയും ചെയ്തു നയനയുടെ നിർബന്ധപ്രകാരം, എന്നാലും പാരൻസിനെ അറിയിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സർജറി ചെയ്യുന്നതിന് മുമ്പ് ആ കുട്ടിയുടെ അമ്മയോടെങ്കിലും ഒന്ന് പറയണം എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും ഓക്കെ ഡോക്ടറെ ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വേഗം കനകയെ വിളിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അവർ ഒരു ഷോപ്പിങ്ങിലായിരിക്കും ആ സമയം, നന്ദു ഉണ്ടാവും. എന്നിട്ട് പിന്നെ കനകയെടുത്ത് പറയും എത്രയും പെട്ടെന്ന് അമ്മയോടെ എത്തണം എന്ന് പറയാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ എത്തിക്കോളാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കനകയാണെങ്കിലും പറയുന്നുണ്ട് നയനയാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, നന്ദുവിൻ്റെ അടുത്ത് പറയാണ് കേട്ടോ. അപ്പോൾ നന്ദുവും പറയേണ്ടതുണ്ട് ഞാനും വിളിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി ഫോൺ എടുക്കുന്നില്ല. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് എന്നെ എന്തായാലും അങ്ങോട്ടൊന്ന് കൊണ്ടുവിട്ട് തരണം നന്ദു എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് അത് കനകയും അതുപോലെ തന്നെ നയനയുടെ അച്ഛനായിരിക്കും വരുന്നത്. അപ്പോൾ ആദർശാണെങ്കിൽ അച്ഛനെ ആ സമയത്ത് പ്രതീക്ഷിക്കുന്നില്ല കേട്ടോ. അച്ഛൻ്റെ അടുത്തൊന്നും പറയണ്ട എന്ന് നയന പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്, അതുകൊണ്ട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ വന്ന ഉടനെ തന്നെ അമ്മ ചോദിക്കുന്നുണ്ട് നയന എവിടെ മോനെ, ഇതുവരെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല, എന്ത് പറ്റി എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് നയന ഇവിടെ ഉണ്ട്, പക്ഷേ ഫോൺ എടുത്തിട്ടില്ല, അതായിരിക്കും ചിലപ്പോൾ എടുക്കാത്തത് എന്നിങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നുണ പറയാണ് ചെയ്യുന്നത് ആദർശ്, അച്ഛനുള്ളതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ശേഷം അമ്മയുടെ കാര്യം ഇങ്ങനെ അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ലിവർ മാറ്റി വെക്കണം എന്നാണ് ഇങ്ങനെ പറയുമ്പോൾ അവർ രണ്ടാളൊന്ന് ഞെട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ സർജറി നടത്തും, ഡോണറെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പക്ഷെ നയനയാണ് കൊടുക്കുന്നത് എന്നുള്ള കാര്യം അവിടെ പറയുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ കനകയാണെങ്കിലും അച്ഛനാണെങ്കിലും പറയുന്നുണ്ട് ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ, സർജറിയൊക്കെ നടക്കാൻ പോലെ അതിന് മുമ്പൊന്ന് കാണണം എന്നുണ്ടെന്ന് പറയാണ് കേട്ടോ. അപ്പോൾ ആദർശാണെങ്കിലും പറയുന്നുണ്ട് നയനയെ പോലും കാണണ്ടെന്ന് പറഞ്ഞ ദേഷ്യത്തിലാണ്. അപ്പോൾ ഇവിടുത്തെ ഡോക്ടർമാരാണെങ്കിലും ഇപ്പോൾ കാണാൻ സമ്മതിക്കും എന്നറിയില്ല, പക്ഷെ നയനയുടെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പോൾ കാണാൻ സമ്മതിക്കും എന്നിങ്ങനെ പറയാണ് കേട്ടോ. അങ്ങനെ അകത്ത് കയറുകയാണ് ദേവയാനിനെ കാണാൻ. ഇവരെ കനകയും അതുപോലെ തന്നെ അച്ഛനെയും കാണുമ്പോഴത്തേക്കും ദേവയാനിക്ക് കലി വരികയാണ്. എന്നിട്ട് ദേവയാനി ചോദിക്കുകയാണ് കേട്ടോ നിങ്ങളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്, നയന പോലും ഇങ്ങോട്ട് കയറുന്നില്ലല്ലോ ഞാൻ വരണ്ടെന്ന് പറഞ്ഞിട്ട്, നിങ്ങളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത്, ഓ ഞാൻ മരിക്കാൻ പോവുകയാണല്ലോ അതിന് മുമ്പൊന്ന് ജീവനോടെ കാണാനായിരിക്കുമല്ലേ വന്നത് എന്നൊക്കെ ഇങ്ങനെ അവരെ ഒരുപാട് അപമാനപ്പെടുത്തി പറയാണ് കേട്ടോ. അപ്പോൾ അവർക്കാണെങ്കിൽ സങ്കടമാവുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ ദേവയാനി എന്നിട്ടും വിടുന്നില്ല, എന്നിട്ട് പറയാണ് നിങ്ങളുടെ മോള് കാരനാണ് ഞാനിപ്പോൾ ഇങ്ങനെ കിടപ്പിലായത് എന്നിങ്ങനെ പറയാണ് കേട്ടോ നയനയെ കുറ്റപ്പെടുത്തിക്കൊണ്ട്. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ അവർക്കാകെ സങ്കടം വന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ദേവയാനിയെ, നല്ല ആകെ സങ്കടത്തിൽ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. അടുത്ത വിശേഷങ്ങൾ എത്രയും പെട്ടെന്ന് അറിയുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.